ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. വെളിച്ചെണ്ണ വിലയിൽ സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുതിപ്പ്. ഓണക്കാലം അടുത്തതോടെ വെളിച്ചെണ്ണ വില വർദ്ധിക്കുന്നത് വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയിൽ വ്യാപാരികൾ. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വെളിച്ചെണ്ണ വിലയിൽ വീണ്ടും കുതിപ്പ്. കഴിഞ്ഞയാഴ്ച അവസാനം 260 മുതൽ 278 രൂപ വരെയായിരുന്ന വെളിച്ചെണ്ണ വില തിങ്കളാഴ്ചയോടെ 300 രൂപ കടക്കുകയായിരുന്നു. നിലവിൽ മൊത്ത വ്യാപാര വില കിലോയ്ക്ക് 293 രൂപയോളമാണെങ്കിലും ചില്ലറ വിൽപ്പനശാലകളിൽ 10 രൂപ വരെ അധികം ഈടാക്കി 310 മുതൽ 340 രൂപ വരെ നിരക്കിലാണ് സ്വകാര്യ ബ്രാൻഡുകൾ വിൽക്കുന്നത്. തുടർച്ചയായി പെയ്യുന്ന മഴ മൂലം കൊപ്ര ഉണക്കിയെടുക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ടും തേങ്ങയുടെ വില വർദ്ധിച്ചതുമാണ് വിപണിയിലെ ഈ മാറ്റത്തിന് പ്രധാന കാരണം. തൊണ്ടു നീക്കിയ തേങ്ങയുടെ വില കിലോയ്ക്ക് 45 രൂപയിൽ നിന്ന് 75 രൂപയായും കൊപ്ര വില 160 രൂപ കടന്നും ഉയർന്നതാണ് വെളിച്ചെണ്ണ വിലയെ സ്വാധീനിച്ചത്. എന്നാൽ വിപണിയിൽ തേങ്ങയ്ക്കോ കൊപ്രയ്ക്കോ നിലവിൽ കാര്യമായ ക്ഷാമമില്ലെന്നാണ് ഒരു വിഭാഗം വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഓണവിപണി മുന്നിൽ കണ്ട് പൊതുമേഖലാ സ്ഥാപനമായ കേര ഫെഡ് വെളിച്ചെണ്ണ വില കുറച്ച് ഉപഭോക്താക്കൾക്ക് ആശ്വാസമേകിയിട്ടുണ്ട്. മുൻപ് ലിറ്ററിന് 332 രൂപയായിരുന്ന കേര വെളിച്ചെണ്ണയുടെ വില 299 രൂപയായും അര ലിറ്ററിൻ്റേത് 167 നിന്ന് 150, 151 രൂപയായും കേര ഫെഡ് കുറച്ചു. എന്നാൽ സ്വകാര്യ ബ്രാൻഡുകളിൽ പലതും വില കുറയ്ക്കാൻ തയ്യാറാകാതെ ശരാശരി 320 രൂപ മുതൽ 340 രൂപ വരെ നിരക്കിൽ വിപണനം തുടരുകയാണ്. മുൻ വർഷം ജൂലൈ മാസത്തിൽ കൊപ്ര വില 280, 300 രൂപയിലേക്ക് കുതിച്ചതിനെ തുടർന്ന് വെളിച്ചെണ്ണ വില റെക്കോർഡ് തുകയായ 500 രൂപ കടന്നിരുന്നുവെങ്കിലും പിന്നീട് തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നാളികേര വരവ് കൂടിയതോടെയും കയറ്റുമതി കുറഞ്ഞതോടെയും വില സാധാരണ നിലയിലേക്ക് താഴ്ന്നിരുന്നു. ഓണക്കാലം അടുത്തതോടെ വെളിച്ചെണ്ണ വില വർദ്ധിക്കുന്നത് വിപണിയിൽ ബാധിക്കാൻ സാധ്യതയേറെയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.